ലാൽ സലാം വിസ്മയ മോഹൻലാൽ നായികയായെത്തിയ തുടക്കം എന്ന ചിത്രത്തിൻ്റെ 21-ാം ദിനത്തെ കളക്ഷൻ, ഖലീഫയുടെ കളക്ഷൻ, ഈ രണ്ട് കളക്ഷനാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഖലീഫ 8-ാം ദിനത്തിൽ 40 കോടിയും നേടിയിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. തുടക്കം ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷനുമായി പോകുന്നു. ഇന്ന് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത് 16,000-ഓളം ടിക്കറ്റുകളാണ്. സിനിമയ്ക്ക് ഹെവി ഒക്യുപ്പൻസിയാണ് ഈ ദിവസങ്ങളിൽ വരുന്നത്. ഇന്നലെ 50% മുകളിൽ ഒക്യുപ്പൻസി ഉണ്ടെങ്കിൽ ഇന്നത് 60% മുകളിലേക്ക് എത്തി. ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇന്നലെയും സിനിമയ്ക്ക് 40 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നത്. ഈ 2 ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി തന്നെ 25.5 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയ. 45.5 കോടിയോളം സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് നേടാനും കഴിഞ്ഞു. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സിനിമ മുന്നോട്ട് പോവുകയാണ്. ഫൈനലായി എക്സ്പെക്റ്റ് ചെയ്യുന്നത് 47-48 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്താണേലും ഓണം ദിനവും അത് കഴിഞ്ഞുള്ള ദിനങ്ങളിലുമെല്ലാം ഈ സിനിമയ്ക്ക് നല്ല കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെയും സമാനമായ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകും. ശനി ഞായർ ദിനങ്ങളിൽ ഒരു പക്ഷേ 50-70 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്താനുള്ള ചാൻസുകളേറെ എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്താണെങ്കിലും വമ്പൻ വിജയമാണ് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു ഓണക്കാലത്ത് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. വിസ്മയുടെ തുടക്ക ചിത്രം അതിഗംഭീരമായിരിക്കുന്നു. എന്താണേലും ഖലീഫയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖലീഫയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കുതിച്ച് ചാട്ടം തന്നെയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സിനിമയ്ക്ക് 40 കോടിയാണ് വേൾഡ് വൈഡായിട്ട് നേടാൻ കഴിഞ്ഞത്. ഒഫീഷ്യൽ പോസ്റ്റർ പുറത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ 800-നടുത്തുള്ള ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 1,36 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് സിനിമ 1.25-2 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ള കളക്ഷനാണ്. 50% തിയേറ്റർ ഒക്യുപ്പൻസി വന്നെങ്കിൽ ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം 82,000-ഓളം ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയി. ഇന്ന് സിനിമയ്ക്ക് 1,27 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതും നമുക്ക് പറയാം ഏകദേശം 2 കോടിയോളമാണ്. അതായത് ഇന്നത്തോടെ 40 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ഹെവി പോസിറ്റീവൊക്കെ വന്നിരുന്നെങ്കിൽ ഈ സിനിമ ഇന്ന് ഒരുപക്ഷെ ഒരു 200 കോടിക്ക് മുകളിൽ തൂക്കേണ്ട സിനിമയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കട്ട നെഗറ്റീവാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾ കയറുമ്പോൾ ആദ്യം പറഞ്ഞ നെഗറ്റിവിറ്റി ഒന്നും വരുന്നില്ല. ഒരുപക്ഷെ പ്രൊമോഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം ഈ സിനിമയൊക്കെ ഇത്രയും ബാധിക്കുന്നത്. വെറുതെ തള്ളിക്കയറ്റി അണിയറ പ്രവർത്തകർ തന്നെ വമ്പൻ സംഭവം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരും അത് പ്രതീക്ഷിച്ചു പോകുന്നു. തെറ്റ് പ്രേക്ഷകരെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഇതിൻ്റെയൊക്കെ മുകളിൽ കയറേണ്ടതാണ്. എന്നാലും ഈ ഒരു കട്ട നെഗറ്റീവ് വന്നിട്ടും 40 കോടി നേടുക എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിട്ടുള്ള കാര്യമല്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 17 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 10 ലക്ഷത്തോളം ടിക്കറ്റുകൾ ആണ് സിനിമയുടേതായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്ന ദിവസങ്ങളിൽ സിനിമ 50 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണേലും 75-80 കോടിയായിരിക്കാം ഫൈനലായി എത്തുക. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ 2-ാം ദിനമാണ്. യഷിൻ്റെ പേരിൽ ഇറങ്ങിയ ഈ ഒരു ചിത്രം ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. 500 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയ്ക്ക് ആദ്യ ദിനം തന്നെ 150 കോടി നേടാൻ കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.5 കോടി നേടിയ ചിത്രത്തിന് ഇന്ന് കനത്ത ഇടിവാണ് നേരിടുന്നത്. 60 ലക്ഷം രൂപയോളം മാത്രമാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് 1 കോടിയോളം മാത്രമാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. കട്ട നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളുമൊക്കെയാണ് സിനിമയ്ക്കുള്ളതെങ്കിലും ആദ്യ ദിനത്തെ കളക്ഷൻ റെക്കോർഡാണ്. സമീപകാലത്തൊന്നും ഇല്ലാത്ത ലെവലിലുള്ള ഒരു ട്രെൻഡിങ് തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത്. ഹിന്ദി മേഖലയിൽ നിന്ന് 60 കോടിയോളം കളക്ട് ചെയ്ത ചിത്രം അവിടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നോടെ സിനിമ 200 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പിക്കുന്നു. 250 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലൂടെ സിനിമ 400 കോടിയിലേക്ക് എത്തും ഞായറാഴ്ചയോടെ എന്നുള്ള രീതിയിലാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കേരളത്തിൽ സിനിമയ്ക്ക് കട്ട നെഗറ്റീവാണ്. പ്രത്യേകിച്ച് കസബ എന്ന ചിത്രത്തെ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത ലെവലിലേക്ക് എത്തിച്ച ഗീതു മോഹൻദാസിൻ്റെ ആ ഒരു പ്രതികരണം തന്നെ ആളുകൾ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കനത്ത ഡീഗ്രഡേഷനും ഒപ്പം താല്പര്യമില്ലായ്മയും ജനങ്ങൾ കാണിക്കുക തന്നെയാണ്. പലരും സിനിമയ്ക്ക് കയറുന്നു പോലുമില്ല. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇന്ന് മലയാളത്തിൽ ഈ ഒരു സിനിമയ്ക്ക് ഇത്രത്തോളം നെഗറ്റീവ് വന്നിരുന്നത്. അല്ലെങ്കിൽ ആളുകൾ കുറേ പേർ കണ്ടങ്ങ് വിട്ടുപോയേനേയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇന്നും സിനിമയ്ക്ക് 70 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 18 കോടിയും തമിഴ്നാട്ടിൽ നിന്ന് 6.25 കോടിയും കർണാടകത്തിൽ നിന്ന് 31 കോടിയും കേരളത്തിൽ നിന്ന് 2.25 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 62 കോടി 75 ലക്ഷം രൂപയും നേടി ഇന്ത്യ ടോട്ടലായി 120 കോടി നേടിയ ചിത്രം വേൾഡ് വൈഡായിട്ട് 22 കോടി കൂടി നേടി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചില റിപ്പോർട്ടുകളിൽ 175 കോടി നേടിയതായും കാണുന്നു. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.